ഹായ് കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുകയാണല്ലോ? എല്ലാവരും സുഖമായി സുരക്ഷിതരായിരിക്കുക. നമ്മളിപ്പോൾ ഫിസിക്സിലെ 3ാമത്തെ യൂണിറ്റിലാണുള്ളത് അല്ലേ? ചലനവും ചലന നിയമങ്ങളും, മോഷൻ ആൻഡ് ലാസ് ഓഫ് മോഷൻ. കഴിഞ്ഞ ദിവസത്തെ അസൈൻമെൻ്റൊക്കെ നിങ്ങളെല്ലാവരും ചെയ്തില്ലേ? എന്തായിരുന്നു അസൈൻമെൻറ്റ്? അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ എയർ ബാഗുകൾ അതിൻ്റെ ആഘാതം കുറയ്ക്കുന്നു. എന്താ കാരണം? എയർ ബാഗുകൾ ബലം പ്രയോഗിക്കാനെടുക്കുന്ന സമയം കൂട്ടുന്നു. സമയം കൂടുമ്പോൾ ബലത്തിൻ്റെ അളവ്, ബലത്തിൻ്റെ ആഘാതം കുറയും. എയർ ബാഗ്സ് ഇൻക്രീസ് ദ ടൈം ഡ്യൂറേഷൻ ഫോർ അപ്ലൈയിങ് ഫോഴ്സ്. ആസ് എ റിസൾട്ട് ദ ഇമ്പാക്റ്റ് ഓഫ് ദ ഫോഴ്സ് ഡിക്രീസസ്. നമുക്കറിയാം, നമ്മുടെ ഈ ഫിസിക്സ് എന്ന വിഷയം ഇത് മറ്റെല്ലാ വിഷയങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. കെമിസ്ട്രിയുമായിട്ടായാലും ബയോളജിയുമായിട്ടായാലും എന്തിനേറെ ചരിത്രവുമായി പോലും ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയമാണ് നമ്മുടെ ഫിസിക്സ്. അപ്പോൾ കുറച്ച് ചരിത്ര വസ്തുതകൾ ഞാൻ പറയാം. 1963 നവംബർ 21 ലോകം മുഴുവൻ നമ്മുടെ ഭാരതത്തിലേക്ക് ഉറ്റുനോക്കിയ ദിവസം. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഏറ്റവും താഴെ ഒരു കുഞ്ഞു സംസ്ഥാനമായ കേരളത്തിലേക്ക് ലോകം മുഴുവൻ ശ്രദ്ധ പതിപ്പിച്ച ദിവസം 1963 നവംബർ 21. കുറെ കൂടി കൃത്യമായി പറഞ്ഞാൽ, കേരള സംസ്ഥാനത്തിൻ്റെ തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരം ജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമമായ തുമ്പ, ആ തുമ്പയിലേക്ക് ലോകം മുഴുവൻ ഉറ്റുനോക്കി. 1963 നവംബർ 21. എന്തായിരുന്നു ആ ദിവസത്തിൻ്റെ പ്രത്യേകത? അതെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. തുമ്പ ഇക്വിറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനിൽ നിന്ന് ഭാരതത്തിൻ്റെ അഭിമാനം വാനോളം ഉയർത്തിക്കൊണ്ട് ആദ്യ റോക്കറ്റ് കുതിച്ചുയർന്ന ദിവസം 1963 നവംബർ 21. ഓരോ ഭാരതീയനും അഭിമാനത്തോടെ ഓർക്കുന്ന ദിനം. ഓരോ മലയാളിയുടെയും അഭിമാനത്തിൻ്റെ ജ്വാലകൾ വാനോളം ഉയർത്തിയ ദിനം 1963 നവംബർ 21. അത് ചരിത്രം, അതവിടെ നിൽക്കട്ടെ. അതിൻ്റെ പിന്നിലുള്ള ഫിസിക്സിലേക്ക് നമുക്ക് പോകാം. റോക്കറ്റ് മേൽപോട്ട് കുതിച്ചു വരുന്നു. ഇതിൻ്റെ പിന്നിലൊരു ശാസ്ത്ര തത്വമില്ലേ? വളരെ ലഘുവായൊരു ശാസ്ത്ര തത്വമാണ് അതിൻ്റെ പിന്നിലുള്ളത്. എന്ന് പറഞ്ഞാൽ, റോക്കറ്റ് ലോഞ്ചിങ് വളരെ ലഘുവാണ് എന്നല്ല പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാന തത്വം വളരെ ലഘുവായൊരു തത്വമാണ്. ആ തത്വത്തിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ആ തത്വം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ പ്രവർത്തനത്തിലേക്ക് നമുക്ക് പോകാം. ഈ പ്രവർത്തനത്തിന് വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സാധനം എൻ്റെ കൈവശമുണ്ട്. നിങ്ങൾക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ടല്ലേ? അതിമനോഹരമായൊരു ബലൂണായിരുന്നു. ആ ബലൂൺ അങ്ങ് മുകളിലേക്ക് ഉയർന്നു പോയി. എന്താ ഇവിടെ സംഭവിച്ചത്? ഈ ബലൂണിനകത്ത് വായു ഉണ്ടായിരുന്നു അല്ലേ? ഒന്നുകൂടി കാണണോ നമുക്ക്? ഈ ബലൂണൊക്കെ വെറുപ്പിക്കുമ്പോൾ ഇത് പൊട്ടിപ്പോകാതിരിക്കാൻ ഒരു വിദ്യ ഉണ്ട് കേട്ടോ. എന്താണെന്നറിയാമോ? ഇത് കുറച്ച് വെറുപ്പിച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക, എന്നിട്ട് കുറച്ച് എയർ അങ്ങ് വിടുക, എന്നിട്ട് വീണ്ടും വെറുപ്പിക്കുക. അപ്പോൾ അത് പെട്ടെന്ന് പൊട്ടിപ്പോവില്ല. അപ്പോൾ ഞാനിതിൻ്റെ ചുവട് കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ പിടി വിട്ടപ്പോഴാണ് ഇതങ്ങ് പോയത്. എന്താണ് സംഭവിച്ചതെന്ന് നോക്കൂ. ഞാനിങ്ങനെ പിടിവിടുമ്പോൾ മുകളിലേക്ക് ഉയർന്നങ്ങ് പോയല്ലേ? ഈ ബലൂണിനുള്ളിൽ വായു ഉണ്ടായിരുന്നല്ലോ. ഈ വായു എങ്ങോട്ടാണ് സഞ്ചരിച്ചത്? താഴേക്ക് അല്ലേ? ആ വായു താഴേക്ക് സഞ്ചരിച്ചു. അപ്പോൾ ബലൂൺ എങ്ങോട്ട് സഞ്ചരിച്ചു? മുകളിലേക്ക് സഞ്ചരിച്ചു. എന്ന് പറഞ്ഞാൽ വായു പോയതിൻ്റെ അതേ ദിശയിലേക്കാണോ എതിർ ദിശയിലേക്കാണോ ബലൂൺ സഞ്ചരിച്ചത്?
വായു പോയതിൻ്റെ എതിർ ദിശയിലേക്ക് ബലൂൺ സഞ്ചരിച്ചു. ഇവിടെ ഈ ബലൂണിൻ്റെ ചുവട്ടിലൂടെ വായു പുറത്തേക്ക് പോയല്ലോ, അതൊരു പ്രവർത്തനമാണ്. ഇറ്റ് ഈസ് ആൻ ആക്ഷൻ. അങ്ങനെ പുറത്തേക്ക് പോയ വായു ഈ ബലൂണിൽ ഒരു എതിർബലം പ്രയോഗിച്ചു. അതൊരു റിയാക്ഷനാണ്, പ്രതിപ്രവർത്തനമാണ്. അപ്പോൾ നോക്കൂ, ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു റിയാക്ഷൻ ഉണ്ടാവും. ഒരു പ്രവർത്തനമുണ്ടെങ്കിൽ ഒരു പ്രതിപ്രവർത്തനവും ഉണ്ടാകും. മനസ്സിലായില്ലേ? അത് ഇവിടുത്തെ പ്രവർത്തനം എന്തായിരുന്നു? വായു പുറത്തേക്ക് പോയി, അത് പ്രവർത്തനം. അവിടുത്തെ പ്രതിപ്രവർത്തനം എന്തായിരുന്നു? ബലൂൺ മുകളിലേക്ക് പോയി. ഒരു കാര്യം ഇതിൽ നിന്ന് വ്യക്തമാണ്, പ്രവർത്തനവും പ്രതിപ്രവർത്തനവും ഒരേ ദിശയിലാണോ വിപരീത ദിശകളിലാണോ? അത് എതിർ ദിശകളിലാണ്. ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. ശരി, അപ്പോൾ ഏത് പ്രവർത്തനത്തിനും ഒരു പ്രതിപ്രവർത്തനമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. മറ്റൊരു ഉദാഹരണം നോക്കൂ. ഈ പുസ്തകം ഇവിടെ ഇരിക്കുന്നുണ്ട്, ഈ മേശപ്പുറത്ത് ഈ പുസ്തകം ഇരിക്കുന്നു. അപ്പോൾ ഈ പുസ്തകത്തിൽ അനുഭവപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ബലം ഏതാണ്? അതെ, ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം, അതായത് ഈ പുസ്തകത്തിൻ്റെ ഭാരം. ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓഫ് ദ എർത്ത് ഓർ ദ വെയ്റ്റ് ഓഫ് ദിസ് ടെക്സ്റ്റ്. ഇത് ഏത് ദിശയിലേക്കാണ് പ്രയോഗിക്കപ്പെടുന്നത്? ഡൗൺവേഡ്, വെർട്ടിക്കലി ഡൗൺവേഡ്, താഴേക്ക് അല്ലേ? കൃത്യമായി പറഞ്ഞാൽ ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് എന്നാണ് പറയേണ്ടത് കേട്ടോ. അത് വളരെ വിശദമായി അടുത്ത യൂണിറ്റിൽ നമ്മൾ കാണും. ഇപ്പോൾ എന്തായാലും ഈ പുസ്തകത്തിൻ്റെ ഭാരം ഇവിടെ താഴേക്കാണല്ലോ അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ പുസ്തകത്തിൽ താഴേക്കൊരു ബലമുണ്ട്, അതിൻ്റെ ഭാരം, ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം. അങ്ങനെയാണെങ്കിൽ എൻ്റെ സംശയം, ഈ താഴേക്കുള്ള ബലം കാരണം ഈ മേശയൊക്കെ തകർത്തുകൊണ്ട് ഈ പുസ്തകം അങ്ങ് താഴേക്ക് പോകണ്ടേ? പോകണ്ടേ? അങ്ങനെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പറയുന്നു ഇതിൽ ഭാരമെന്ന ബലം താഴേക്ക് പ്രയോഗിക്കപ്പെടുന്നു. അപ്പോൾ എൻ്റെ സംശയം, ആ താഴേക്ക് ബലമുണ്ടെങ്കിൽ ഈ പുസ്തകം മേശയെ തകർത്തുകൊണ്ട് താഴേക്ക് പോകണ്ടേ? പക്ഷെ അങ്ങനെ പോകുന്നില്ലല്ലോ. അതിനർത്ഥം അങ്ങനെ താഴേക്ക് പോകുന്നതിനെ തടയുന്നൊരു ബലം അവിടെ ഉണ്ടെന്നല്ലേ? ഉണ്ട്. അതേത് ബലം? മേശ കൊടുക്കുന്ന പ്രതിപ്രവർത്തനം, ദ റിയാക്ഷൻ പ്രൊവൈഡഡ് ബൈ ദിസ് ടേബിൾ. അതെങ്ങോട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്? മുകളിലേക്കാണ് ഇവിടെ അല്ലേ? പുസ്തകത്തിൻ്റെ ഭാരം താഴേക്ക് പ്രയോഗിക്കപ്പെടുന്നു, അത് ആക്ഷൻ ആണെങ്കിൽ മേശ ആ പുസ്തകത്തിൽ മുകളിലേക്ക് പ്രയോഗിക്കപ്പെടുന്ന ബലമാണ് റിയാക്ഷൻ, പ്രതിപ്രവർത്തനം. ശരി, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു സംശയം കൂടിയുണ്ട്. അപ്പോൾ ഈ മേശ ഇങ്ങനെ ഈ പുസ്തകത്തിൽ മുകളിലേക്ക് ബലം പ്രയോഗിച്ചെങ്കിൽ പുസ്തകം മുകളിലേക്ക് പോകണ്ടേ? അന്തരീക്ഷത്തിലേക്ക് ഉയരണ്ടേ? അങ്ങനെ സംഭവിക്കാമല്ലോ. മുകളിലേക്ക് ബലം കൊടുത്താൽ വസ്തു മുകളിലേക്ക് ഉയരണ്ടേ? ഉയർന്നില്ല. അപ്പോൾ നിങ്ങൾ എന്താ പറയും? താഴേക്ക് ഭാരം അനുഭവപ്പെടുന്നതുകൊണ്ട് അപ്പോൾ താഴേക്ക് പോകണ്ടേ? അപ്പോൾ അവിടെ എന്തോ ഒരു കാര്യം കൂടി അധികം പറയണം. എന്താ? ഈ പുസ്തകത്തിൽ താഴേക്ക് അനുഭവപ്പെടുന്ന ബലവും മേശയുടെ പ്രതിപ്രവർത്തനം മുകളിലേക്ക് അനുഭവപ്പെടുന്ന ബലവും എങ്ങനെയാണ്? തുല്യമാണ്. അതുകൊണ്ടാണ് ഈ പുസ്തകം താഴേക്കോ മുകളിലേക്കോ പോകാത്തത്. പുസ്തകത്തിൻ്റെ ഭാരം പ്രവർത്തന ബലം, മേശയുടെ പ്രതിപ്രവർത്തന ബലം. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്കിവിടെ വ്യക്തമാണ്. ഒന്ന്, പ്രവർത്തനവും പ്രതിപ്രവർത്തനവും വിപരീത ദിശകളിലാണ്. രണ്ട്, പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തുല്യ അളവിലാണ്. ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ആൻഡ് ദേ ആർ ഈക്വൽ. അപ്പോൾ വളരെ ചുരുക്കി പറഞ്ഞാൽ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. അപ്പോൾ ഈ ആക്ഷനും റിയാക്ഷനും തുല്യമാണ് എന്ന് നമ്മൾ വെറുതെ പറഞ്ഞാൽ പോരല്ലോ, അതിന് നമുക്ക് തെളിവ് വേണ്ടേ? അതിനുവേണ്ടി നമുക്കൊരു പ്രവർത്തനം ചെയ്ത് നോക്കാം. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തുല്യവും വിപരീതവുമാണോ എന്ന് നമുക്കറിയണമല്ലോ. അതിന് വേണ്ടിയിട്ടുള്ളൊരു ചെറിയ പ്രവർത്തനത്തിലേക്ക് നമ്മൾ പോകുന്നു. ഈ പ്രവർത്തനത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ഈ വസ്തു നിങ്ങൾക്ക് പരിചയമുണ്ടാകും. സ്പ്രിംഗ് ബാലൻസ് അല്ലേ? സ്പ്രിംഗ് ത്രാസ് രണ്ടെണ്ണം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പോയിൻ്റർ ഉണ്ട്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ആ പോയിൻ്റർ നിൽക്കുന്ന റീഡിംഗ് എത്ര? അതെ, ഇപ്പോൾ ആ പോയിൻ്റർ 0 നിൽക്കുന്നത്. പോയിൻ്റർ കാണിക്കുന്ന റീഡിംഗ് 0. 0 യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. അവിടെ എഴുതിയിട്ടുണ്ട് 0 ന്യൂട്ടൺ. ഈ പോയിൻ്ററിൻ്റെ റീഡിങ്ങോ നോക്കിയാൽ മനസ്സിലാകാം, അതും 0 ന്യൂട്ടണിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈ രണ്ട് സ്പ്രിംഗ് ത്രാസുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തനത്തിൻ്റെയും പ്രതിപ്രവർത്തനത്തിൻ്റെയും അളവ് കണ്ടുപിടിക്കാം.
ഈ സ്പ്രിംഗ് ബാലൻസിനെ ഞാൻ ഇവിടെ ഈ ആണിയിൽ ഉറപ്പിക്കുന്നു. അതിൻ്റെ റീഡിങ്ങുകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. പോയിൻ്റർ 0 ന്യൂട്ടന് നേരെ നിൽപ്പുണ്ട്. രണ്ടാമത്തെ സ്പ്രിംഗ് ബാലൻസ് ഞാൻ അതിൽ ചേർത്ത് ബന്ധിപ്പിക്കുന്നു. ഈ സ്പ്രിംഗ് ബാലൻസിൻ്റെയും റീഡിങ്ങുകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. രണ്ട് സ്പ്രിംഗ് ബാലൻസിൻ്റെ റീഡിങ് നിങ്ങൾ കാണുന്നില്ലേ? ഇപ്പോൾ രണ്ടും 0-ലാണ് നിൽക്കുന്നത്. ഇനി ഞാൻ ഒരു ബലം പ്രയോഗിക്കുന്നു ഈ രണ്ടാമത്തെ സ്പ്രിംഗ് ബാലൻസിൽ. ഇതിനെ വേണമെങ്കിൽ നിങ്ങൾ ബി എന്ന് കരുതിക്കോളൂ. ബി. ഞാൻ ബലം പ്രയോഗിച്ചത് ബി എന്ന സ്പ്രിംഗ് ബാലൻസിലാണ്. അപ്പുറത്ത് എ എന്ന സ്പ്രിംഗ് ബാലൻസ് ഉണ്ട്. എങ്കിൽ പറയൂ, ഇതിൽ ഏതിലാണ് പ്രവർത്തന ബലം അനുഭവപ്പെടുന്നത്, ഏതിലാണ് പ്രതിപ്രവർത്തന ബലം അനുഭവപ്പെടുന്നത്? ആക്ഷൻ ഫോഴ്സ് ഏത്, റിയാക്ഷൻ ഫോഴ്സ് ഏത്? ഇത് പ്രവർത്തന ബലം, ഇതിലാണല്ലോ ഞാൻ ബലം കൊടുത്തത്. ഇത് പ്രതിപ്രവർത്തന ബലം, റിയാക്ഷൻ ഫോഴ്സ്. അങ്ങനെയല്ലേ? തിരിച്ചെടുത്താലോ? ഇത് ആക്ഷൻ ഫോഴ്സ്, ഇത് റിയാക്ഷൻ ഫോഴ്സ്, ഇത് പ്രവർത്തന ബലം, ഇത് പ്രതിപ്രവർത്തന ബലം. അങ്ങനെ എടുത്താൽ ശരിയാകുമോ? ആകുമെന്നോ ആകില്ലെന്നോ? ആകില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? ശരിയാവും, ശരിയാവും. ഇതാണ് പ്രവർത്തനം, അതാണ് പ്രതിപ്രവർത്തനം എന്ന് പ്രത്യേകിച്ച് നിബന്ധനയില്ല. ഈ പ്രവർത്തന ബലവും പ്രതിപ്രവർത്തന ബലവും ഒരേ സമയം പ്രയോഗിക്കപ്പെടുന്ന ബലങ്ങളാണ്. ദേ ആർ ആക്ടിങ് അറ്റ് ദ സെയിം ടൈം. അതുകൊണ്ട് തന്നെ ഇതിൽ ഏത് ബലം വേണമെങ്കിലും നിങ്ങൾക്ക് പ്രവർത്തന ബലമെന്നെടുക്കാം, അടുത്തതിനെ പ്രതിപ്രവർത്തന ബലമെന്നും എടുക്കാം. ഇപ്പോൾ സ്വാഭാവികമായി നമ്മൾ പറയുന്നത് ആദ്യം ഞാൻ ബലം പ്രയോഗിച്ചത് ഇതിലാണ്, അതുകൊണ്ട് ഇത് പ്രവർത്തന ബലം, ആക്ഷൻ ഫോഴ്സ് എന്ന് പറയും. അപ്പോൾ ഈ സ്പ്രിംഗ് ബാലൻസിലുള്ളത് റിയാക്ഷൻ ഫോഴ്സ്, പ്രതിപ്രവർത്തന ബലം എന്ന് പറയും. പക്ഷേ അങ്ങനെ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. ആക്ഷൻ ഫോഴ്സ് ആൻഡ് റിയാക്ഷൻ ഫോഴ്സ് ആർ ആക്ടിങ് സൈമൾട്ടേനിയസ്ലി. ഒരേ സമയത്താണ് ആക്ട് ചെയ്യുന്നത്, ഒരേ സമയത്ത് പ്രയോഗിക്കപ്പെടുന്ന ബലമാണ്. ഒരു ജോഡി ബലങ്ങൾ ഇവിടെ ഉണ്ട്. അതിലേതിനെ വേണമെങ്കിലും നിങ്ങൾക്ക് ആക്ഷൻ എന്നെടുക്കാം, അടുത്തതിനെ റിയാക്ഷൻ എന്നെടുക്കാം. ഓക്കെ, അപ്പോൾ ഈ പരീക്ഷണത്തിലേക്ക് നോക്കൂ. ഇവിടെ പ്രവർത്തന ബലം എത്ര, പ്രതിപ്രവർത്തന ബലം എത്ര? നോക്കിയിട്ട് പറയൂ. അതെ, പ്രവർത്തന ബലവും 500 ന്യൂട്ടനാണ്, പ്രതിപ്രവർത്തന ബലവും 500 ന്യൂട്ടനാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രവർത്തന ബലവും പ്രതിപ്രവർത്തന ബലവും തുല്യ അളവിലാണ്. ആക്ഷൻ ഫോഴ്സ് ആൻഡ് റിയാക്ഷൻ ഫോഴ്സ് ആർ ഈക്വൽ. ഇപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കി. ഒന്ന്, പ്രവർത്തനവും പ്രതിപ്രവർത്തനവും വിപരീത ദിശകളിലാണ്. രണ്ട്, പ്രവർത്തന ബലവും പ്രതിപ്രവർത്തന ബലവും തുല്യമാണ്. മറ്റൊരു കാര്യം കൂടി നമുക്ക് നോക്കാം. ഈ മേശപ്പുറത്തിരുന്ന പുസ്തകത്തിൻ്റെ ഉദാഹരണം. ഇവിടെ പ്രവർത്തനം അനുഭവപ്പെട്ടത് ഏത് വസ്തുവിൽ? ആക്ഷൻ ഫോഴ്സ് ഏത് വസ്തുവിലായിരുന്നു? അവിടുത്തെ ആക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് വസ്തുവിൻ്റെ ഭാരമാണ്. ഈ ഭാരം പ്രയോഗിക്കപ്പെട്ടത് ഈ മേശപ്പുറത്താണല്ലോ. അപ്പോൾ അവിടെ ആക്ഷൻ ഫോഴ്സ് അനുഭവപ്പെട്ടത് ഈ മേശപ്പുറത്താണ്. റിയാക്ഷൻ ഫോഴ്സ് എങ്ങോട്ടായിരുന്നു? മേശ ഈ പ്രതിപ്രവർത്തന ബലം കൊടുത്തത് എവിടേക്കാണ്? പുസ്തകത്തിലേക്കാണ്. അപ്പോൾ നോക്കൂ, പ്രവർത്തന ബലം അനുഭവപ്പെട്ടത് മേശപ്പുറത്താണ്. ആക്ഷൻ ഫോഴ്സ് ഈസ് ആക്ടിങ് ഓൺ ദിസ് ടേബിൾ. പ്രതിപ്രവർത്തന ബലം എങ്ങോട്ടായിരുന്നു? റിയാക്ഷൻ ഫോഴ്സ് ഈസ് ആക്ടിങ് ഓൺ ദിസ് ടെക്സ്റ്റ് ബുക്ക്. പ്രതിപ്രവർത്തന ബലം പ്രയോഗിക്കപ്പെട്ടത് ഈ പുസ്തകത്തിന്മേലാണ്. എങ്കിൽ പറയൂ, പ്രവർത്തനവും പ്രതിപ്രവർത്തനവും ആക്ഷനും റിയാക്ഷനും ഒരേ വസ്തുക്കളിലാണോ വ്യത്യസ്ത വസ്തുക്കളിലാണോ പ്രവർത്തിക്കുന്നത്? വ്യത്യസ്ത വസ്തുക്കളിലാണ്. ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ ആക്ടിങ് ഓൺ ടു ഡിഫറൻറ്റ് ബോഡീസ്. അപ്പോൾ പ്രവർത്തനത്തെയും പ്രതിപ്രവർത്തനത്തെയും കുറിച്ച് 3 പ്രധാന വസ്തുതകൾ നമ്മൾ പറഞ്ഞു. എന്തെല്ലാം? പ്രവർത്തന ബലവും പ്രതിപ്രവർത്തന ബലവും തുല്യമാണ്. ആക്ഷൻ ഫോഴ്സ് ആൻഡ് റിയാക്ഷൻ ഫോഴ്സ് ആർ ഈക്വൽ. രണ്ടാമത് നമ്മൾ പറഞ്ഞു പ്രവർത്തന ബലവും പ്രതിപ്രവർത്തന ബലവും വിപരീത ദിശകളിലാണ്. ആക്ഷൻ ഫോഴ്സ് ആൻഡ് റിയാക്ഷൻ ഫോഴ്സ് ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. മൂന്നാമത്തതും പ്രധാനപ്പെട്ടതുമായ മറ്റൊരു വസ്തുത നമ്മൾ പറഞ്ഞു, പ്രവർത്തന ബലവും പ്രതിപ്രവർത്തന ബലവും അനുഭവപ്പെടുന്നത് വ്യത്യസ്ത വസ്തുക്കളിലാണ്, ഒരേ വസ്തുക്കളിലല്ല. ആക്ഷൻ ഫോഴ്സ് ആൻഡ് റിയാക്ഷൻ ഫോഴ്സ് ആർ ആക്ടിങ് ഓൺ ടു ഡിഫറൻറ്റ് ബോഡീസ്. ഓക്കെ, ഇവിടെ നമുക്ക് വ്യക്തമായൊരു കാര്യം, ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായൊരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ടു എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ.
ഇതാദ്യമായി പറഞ്ഞത്, ആദ്യമായി ഒരു നിയമമായി അവതരിപ്പിച്ചത് ആരാണ്? അത് തന്നെയാണ്, ഒട്ടും ആലോചിക്കേണ്ട ആവശ്യമില്ല, പറഞ്ഞോളൂ. അതെ, സർ ഐസക് ന്യൂട്ടൺ, മഹാനായ ശാസ്ത്രജ്ഞനായ സർ ഐസക് ന്യൂട്ടൺ. എങ്കിൽ പറയൂ, ഈ നിയമത്തിന് പേരെന്ത്? അതായത് ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ടു എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഈ നിയമത്തിൻ്റെ പേരെന്ന് പറയൂ. ചലന നിയമം. ആരുടെ ചലന നിയമം? ഐസക് ന്യൂട്ടൻ്റെ ചലന നിയമം. എത്രാം ചലന നിയമം? 3-ാം ചലന നിയമം. കുഞ്ഞുങ്ങളെ, ഇത് മൂന്നും കൂടെ ആദ്യം നിങ്ങൾക്ക് ഒരുമിച്ചങ്ങ് പറഞ്ഞാൽ പോരായിരുന്ന. ഐസക് ന്യൂട്ടൻ്റെ 3-ാം ചലന നിയമം, സർ ഐസക് ന്യൂട്ടൺ അവതരിപ്പിച്ച 3-ാം ചലന നിയമം, തേർഡ് ലാ ഓഫ് മോഷൻ ബൈ സർ ഐസക് ന്യൂട്ടൺ. പ്രസ്താവിക്കാൻ നിങ്ങൾക്കറിയില്ലേ? പ്രസ്താവിക്കൂ. ഐസക് ന്യൂട്ടൻ്റെ 3-ാം ചലന നിയമം പ്രസ്താവിക്കൂ. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനമുണ്ടായിരിക്കും. ടു എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതിന് ഉദാഹരണമായിട്ടാണ് ഒരു പ്രവർത്തനം നമ്മൾ തുടക്കത്തിൽ കണ്ടത്. ഒരു ബലൂൺ എൻ്റെ കയ്യിൽ നിന്ന് പിടിവിട്ടു പോയി. അപ്പോൾ അവിടെ എന്തൊക്കെ സംഭവിച്ചു? വായു താഴേക്ക് പോയി. വായു താഴേക്കൊരു ബലം പ്രയോഗിച്ചു. അത് പ്രവർത്തന ബലം, ആക്ഷൻ ഫോഴ്സ്. താഴേക്ക് പോയ വായു വെറുതെ മര്യാദയ്ക്ക് പോവുകയല്ല ചെയ്തത്. അവൻ ഈ ബലൂണിൽ ഒരു തള്ളും കൂടെ കൊടുത്തിട്ടാണ് പോയത്. മുകളിലേക്കൊരു ബലം ബലൂണിൽ കൊടുത്തു. അത് പ്രതിപ്രവർത്തന ബലം, റിയാക്ഷൻ ഫോഴ്സ്. ഇത്തരത്തിൽ ഏതൊരു പ്രവർത്തനം നമ്മൾ പരിശോധിച്ചാലും അവിടെയെല്ലാം തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തന ബലമുണ്ടായിരിക്കും. സംശയമുണ്ടോ നിങ്ങൾക്ക്? സംശയമുണ്ടെങ്കിൽ കുറേ ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ബലൂൺ പോയ ഉദാഹരണം നമ്മൾ കണ്ടു. മേശപ്പുറത്തിരുന്ന പുസ്തകത്തിൻ്റെ ഉദാഹരണം നമ്മൾ കണ്ടു. ഇനി എത്ര ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും? കാര്യം കൂടി ആലോചിച്ച് നോക്കൂ. ഇവിടെ ഈ ബലൂണിനുള്ളിൽ നിന്ന് വായു പുറത്തേക്ക് പോയപ്പോൾ, താഴേക്ക് പോയപ്പോൾ ബലൂൺ മുകളിലേക്ക് സഞ്ചരിച്ചു. ഇതുപോലെ അല്ലേ റോക്കറ്റും? റോക്കറ്റ് വിക്ഷേപണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തുമ്പ ഇക്വിറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനിൽ, അതായത് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ എല്ലാ വ്യാഴാഴ്ചകളിലും റോക്കറ്റ് ലോഞ്ചിങ് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ പറ്റില്ല. ഈ സാഹചര്യമൊക്കെ മാറി നമ്മൾ പൂർവാവസ്ഥയിലേക്ക് തിരിച്ചു പോകുമ്പോൾ വ്യാഴാഴ്ചകളിൽ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൽ പോയാൽ നിങ്ങൾക്ക് റോക്കറ്റ് വിക്ഷേപണം നേരിട്ട് കാണാൻ സാധിക്കും. അടുത്തു നിന്ന് കാണാൻ സാധിക്കും. അടുത്തു നിന്നെന്ന് പറഞ്ഞാൽ സുരക്ഷിതമായ അകലത്തിൽ നിന്നുകൊണ്ട് കാണാൻ സാധിക്കും. പോകില്ലേ നിങ്ങൾ? പോകണം, കാണണം. നമ്മൾ ഈ പറഞ്ഞ ഉദാഹരണം പോലെ തന്നെയാണ്. ബലൂണിൻ്റെ ഉള്ളിൽ നിന്ന് കാറ്റ് പുറത്തേക്ക് പോയി, അപ്പോൾ ബലൂൺ മുകളിലേക്ക് പോയി. അത് തന്നെയാണ് റോക്കറ്റിലും സംഭവിക്കുന്നത്. അവിടെയും ഒരു പ്രവർത്തനം, ഒരു പ്രതിപ്രവർത്തനം, ഒരു ആക്ഷൻ ഫോഴ്സ്, ഒരു റിയാക്ഷൻ ഫോഴ്സ്, ഒരു പ്രവർത്തന ബലം, ഒരു പ്രതിപ്രവർത്തന ബലം. ഈ ബലൂണിൽ നിന്ന് വായു പുറത്തേക്ക് പോയതുപോലെ റോക്കറ്റിൻ്റെ ജ്വലന അറകളിൽ നിന്ന് വാതക സമൂഹങ്ങൾ പുറത്തേക്ക് പോകുന്നു. ഇന്ധനം ജ്വലിച്ചുണ്ടാകുന്ന വാതക സമൂഹം പുറത്തേക്ക് പോകുന്നു. The exhaust gases come out of the rocket through a nozzle at the back. നോസിൽ എന്ന് പറഞ്ഞാൽ ചെറിയ ഓപ്പണിംഗ് ആണ്. ചെറിയ ഓപ്പണിങ്ങിലൂടെ പോകുമ്പോൾ നല്ല വേഗത്തിലായിരിക്കും പോവുക. അതാണ് അവിടുത്തെ പ്രവർത്തനം, ആക്ഷൻ ഫോഴ്സ്, പ്രവർത്തന ബലം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഈ റോക്കറ്റ് മേൽപോട്ട് കുതിച്ചത്, അവിടെയും നമ്മൾ ഈ പറഞ്ഞതുപോലെ പ്രവർത്തനവും പ്രതിപ്രവർത്തനവുമാണ്. ആക്ഷൻ ഫോഴ്സ് ആൻഡ് റിയാക്ഷൻ ഫോഴ്സ് ആണ്. ഏത് പ്രവർത്തനം നിങ്ങൾ നോക്കിക്കോളൂ, അവിടെയെല്ലാം തുല്യവും വിപരീതവുമായൊരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. വളരെ സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയാം. നമ്മൾ തറയിലൂടെ നടക്കുന്നു. അങ്ങനെ നടക്കുമ്പോൾ നമുക്കറിയാം, നാം കാലുകൾ കൊണ്ട് ഈ തറയിലേക്ക് ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട്. അത് നമുക്ക് ഏതായി പരിഗണിക്കാം? പ്രവർത്തന ബലം, ആക്ഷൻ ഫോഴ്സ്. നമ്മൾ എവിടെയാണ് ഈ ബലം പ്രയോഗിച്ചത്? തറയിലേക്കാണ് ബലം പ്രയോഗിച്ചത്. ആക്ഷൻ ഫോഴ്സ് കിട്ടിയത് തറയിലാണ്. തറയ്ക്കൊരു ബലം കിട്ടിയാൽ ഈ തറ വെറുതെ കൈയും കെട്ടി നോക്കിക്കൊണ്ടിരിക്കുമോ? ഇല്ല, അവൻ പ്രതികരിക്കും. അവൻ തിരിച്ച് തുല്യമായൊരു എതിർബലം നമ്മുടെ കാലുകളിലേക്ക് പ്രയോഗിക്കും. ആ എതിർബലത്തിൻ്റെ ഫലമായി, ആ പ്രതിപ്രവർത്തനത്തിൻ്റെ ഫലമായി നാം മുമ്പോട്ട് നീങ്ങുന്നു. അപ്പം നമ്മൾ മാത്രം ബലം കൊടുത്തിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായല്ലോ. നടക്കണമെങ്കിൽ തറയിൽ നിന്നൊരു പ്രതിപ്രവർത്തനം കിട്ടണമെങ്കിലേ നടക്കാൻ സാധിക്കൂ. ഇത്തരത്തിൽ ഏതൊരു പ്രവർത്തനം നിങ്ങൾ പരിശോധിക്കൂ, അവിടെയെല്ലാം ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. നിങ്ങൾ വള്ളത്തിൽ യാത്ര ചെയ്തിട്ടുണ്ടോ?
വള്ളത്തിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? ബോട്ടിൽ കയറിയിട്ടുണ്ടോ? ആ, വള്ളത്തിൽ നമ്മൾ കയറി. അപ്പോൾ വള്ളം മുമ്പോട്ട് പോകുന്നു. വള്ളം മുമ്പോട്ട് പോകണമെങ്കിൽ മോട്ടോർ ബോട്ടല്ല കേട്ടോ, മോട്ടോർ ബോട്ടല്ല, തുഴയുന്ന ബോട്ടാണ്. ആ, ഇത് നമ്മൾ തുഴയണം. ഈ തുഴ ഉപയോഗിച്ച് നമ്മൾ വെള്ളത്തെ പിറകോട്ട് തള്ളി മാറ്റുന്നു. വി ആർ പുഷിംഗ് ദ വാട്ടർ ബാക്ക് വിത്ത് ദ ഓർ. അതാണ് അവിടുത്തെ പ്രവർത്തന ബലം, ആക്ഷൻ ഫോഴ്സ്. അപ്പോൾ ഈ പുറകിലേക്ക് പോകുന്ന വെള്ളം നമുക്കറിയാം, അവനൊരു പ്രവർത്തനം കിട്ടി, അപ്പം അവൻ എന്ത് ചെയ്യും? ഒരു എതിർബലം പ്രയോഗിക്കും, ഒരു പ്രതിപ്രവർത്തന ബലം പ്രയോഗിക്കും. ആ പ്രതിപ്രവർത്തന ബലം എവിടെ പ്രയോഗിക്കും? ഈ വള്ളത്തിൽ പ്രയോഗിക്കും. അതിൻ്റെ ഫലമായി, ആ പ്രതിപ്രവർത്തനത്തിൻ്റെ ഫലമായി വള്ളം മുൻപിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ വള്ളത്തിൽ കയറി തുഴഞ്ഞു. തുഴയുക എന്ന് പറഞ്ഞാൽ വെള്ളത്തെ നമ്മൾ പിറകോട്ട് തള്ളി മാറ്റുന്നു. അതവിടുത്തെ പ്രവർത്തന ബലം, ആക്ഷൻ ഫോഴ്സ്. പുറകിലേക്ക് പോയ വെള്ളം തുല്യമായൊരു എതിർബലം നമ്മുടെ ഈ വള്ളത്തിൽ പ്രയോഗിക്കുന്നു, ബോട്ടിൽ പ്രയോഗിക്കുന്നു. അത് റിയാക്ഷൻ ഫോഴ്സ്, പ്രതിപ്രവർത്തന ബലം. ആ പ്രതിപ്രവർത്തന ബലത്തിൻ്റെ ഫലമായി വള്ളം മുമ്പോട്ട് പോകുന്നു, അതോടൊപ്പം നമ്മൾ മുമ്പോട്ട് പോകുന്നു. മുൻപിലേക്ക് പോയി അപ്പുറത്തെ കരയിൽ നമ്മൾ എത്തി. ഇനി ഈ വള്ളത്തിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങണമല്ലോ. ഈ ജലോപരിതലത്തിൽ കിടക്കുന്ന വള്ളത്തിൽ നിന്ന് നമ്മൾ ആ വള്ളത്തിൻ്റെ പടിയിൽ കയറി നിന്നുകൊണ്ട് പുറത്തേക്ക് ചാടി. അത് അവിടെയും ഒരു പ്രവർത്തനമാണല്ലോ. അപ്പോൾ അവിടെയും ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാകണമല്ലോ. ആലോചിച്ച് നോക്കൂ, നമ്മൾ ഈ വള്ളത്തിൽ നിന്ന് കരയിലേക്ക് ചാടണമെങ്കിൽ കാലുകൾ കൊണ്ട് വള്ളത്തിലൊരു ബലം പ്രയോഗിക്കണം. വി ആർ അപ്ലൈയിങ് എ ഫോഴ്സ് ഓൺ ദ ബോട്ട് വിത്ത് അവർ ലെഗ്സ്. അതാണ് അവിടുത്തെ പ്രവർത്തന ബലം, ആക്ഷൻ ഫോഴ്സ്. അപ്പോൾ നമുക്കറിയാം, അങ്ങനെ ഒരു ബലം കിട്ടിയാൽ ഈ വള്ളം വെറുതെ നോക്കിക്കൊണ്ടിരിക്കില്ല. അവനെന്ത് ചെയ്യും? ഈക്വലും ഓപ്പോസിറ്റുമായിട്ടുള്ളൊരു ഫോഴ്സ് നമ്മളിൽ പ്രയോഗിക്കും. ദ ബോട്ട് എക്സാർട്ട് ആൻഡ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ഓൺ ദ പേഴ്സൺ. അങ്ങനെ കിട്ടുന്ന പ്രതിപ്രവർത്തനത്തിൻ്റെ ഫലമായി, ആ റിയാക്ഷൻ ഫോഴ്സിൻ്റെ ഫലമായാണ് നമുക്ക് കരയിലേക്ക് ചാടാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പ്രവർത്തന ബലം കൊടുത്തില്ലേ, ആക്ഷൻ ഫോഴ്സ്. ആ കിട്ടിയ പ്രവർത്തന ബലത്തിൻ്റെ ഫലമായി വള്ളം പിറകിലേക്ക് ചലിക്കും. ഇനി ആലോചിച്ച് നോക്കൂ, നമ്മൾ അവിടെയൊക്കെ ഇറങ്ങി, കരയിലൊക്കെ ഇറങ്ങി, ചുറ്റിയടിച്ചു, ബോട്ടിൽ കയറി തിരിച്ചു വരിക. തിരിച്ചു വന്നപ്പോൾ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ ഈ കരയിൽ എത്താറായപ്പോഴത്തേക്കും ബോട്ടങ്ങ് മുങ്ങി, വള്ളം അങ്ങ് പറഞ്ഞു. ഇനി കുറച്ച് ദൂരേ ഉള്ളൂ, നമ്മളെന്ത് ചെയ്യും? നീന്തി കയറും. നീന്തി കയറും നമ്മൾ നീന്തും. നീന്താൻ നിങ്ങൾക്കൊക്കെ അറിഞ്ഞൂടെ? അറിഞ്ഞിടാത്തവരെ പഠിക്കണം കേട്ടോ. നീന്തൽ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. എങ്ങനെയാണ് നീന്തുന്നത്? നീന്തുമ്പോൾ പല രീതിയിൽ നീന്താം. അതിൻ്റെ അടിസ്ഥാനപരമായി നമ്മൾ ചെയ്യുന്നത് കൈകൊണ്ട് ഈ വെള്ളം പുറകോട്ടിങ്ങനെ തള്ളി മാറ്റും. വള്ളം തുഴഞ്ഞതുപോലെ തന്നെയാണ്. കൈകൊണ്ട് വെള്ളത്തെ പുറകോട്ട് തള്ളി മാറ്റുന്നു. അതാണ് പ്രവർത്തന ബലം, ആക്ഷൻ ഫോഴ്സ്. അപ്പോൾ ആ വെള്ളം പുറകിലേക്ക് പോകുന്ന വെള്ളം വെറുതെ അങ്ങ് പോയില്ലല്ലോ. പോണതിന് മുമ്പ് അവർ പണിയും കൂടെ തരും. എന്താ? നമ്മളിൽ തുല്യമായ എതിർബലം പ്രയോഗിച്ചിട്ടാണ് അവൻ പോകുന്നത്. അതാണ് റിയാക്ഷൻ ഫോഴ്സ്. ആ റിയാക്ഷൻ ഫോഴ്സിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ മുന്നിലേക്ക് പോകുന്നത്. ഇത്തരത്തിൽ നിങ്ങൾ ഏതൊരു പ്രവർത്തനം പരിശോധിക്കൂ, അവിടെയെല്ലാം തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇപ്പോൾ സംശയം മാറിയില്ലേ? ഇനിയും കൂടുതൽ ഉദാഹരണങ്ങൾ വേണോ? വേണം, ആവശ്യമാണ്. ആര് കണ്ടുപിടിക്കും? അതെ, നിങ്ങൾ തന്നെ കണ്ടുപിടിക്കും. കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഇതുപോലെ നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളുമായിട്ട് പരിശോധിക്കൂ, അവിടെയെല്ലാം പ്രവർത്തനവും പ്രതിപ്രവർത്തനവും ഉണ്ടായിരിക്കും. ഒരുപാട് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു. റോക്കറ്റ് മേൽപോട്ട് കുതിക്കുന്നത് പറഞ്ഞു, നടക്കുന്നത് പറഞ്ഞു, ഇനി ഓടണതും ചാടണതും ഒക്കെ അതുപോലെ തന്നെ നമുക്ക് പറയാം. മേച്ചപ്പുറത്തിരിക്കുന്ന പുസ്തകത്തിൻ്റെ കാര്യം പറഞ്ഞു. വള്ളത്തിൽ യാത്ര ചെയ്യണ 3 കാര്യങ്ങൾ പറഞ്ഞു. വള്ളത്തിൽ നിന്ന് കരയിലേക്ക് ചാടുന്നത്, വള്ളം തുഴയുന്നത്, ഇനി വെള്ളത്തിൽ വീണ് പോയാൽ നീന്തുന്നത്, എന്തെല്ലാം ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു. കൂടുതൽ ഉദാഹരണങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കും. കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, ഈ പ്രവർത്തനവും പ്രതിപ്രവർത്തനവും, ആക്ഷൻ ഫോഴ്സും റിയാക്ഷൻ ഫോഴ്സും ഒരു പട്ടികയായി നമുക്ക് രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഈ പട്ടികയുടെ മാതൃക എവിടെയുണ്ട്? പുസ്തകത്തിനകത്തുണ്ട്, ടെസ്റ്റിനകത്തുണ്ട്. ടേബിൾ 3.3. ടേബിൾ 3.3 ഒരു ഉദാഹരണം അവിടെ തന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. മറ്റുദാഹരണങ്ങൾ മറ്റു 3 ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. അവിടുത്തെ പ്രവർത്തനവും പ്രതിപ്രവർത്തനവും നിങ്ങൾ കണ്ടെത്തി എഴുതണം. കൂടാതെ കൂടുതൽ ഉദാഹരണങ്ങൾ നിങ്ങൾ കണ്ടെത്തി എഴുതണം. ടേബിൾ 3.3-നകത്തുള്ള ആ 3 കാര്യങ്ങൾ മാത്രം പോരാ, എത്രയോ ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു.
കൂടുതൽ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അവിടെയെല്ലാം പ്രവർത്തനമേത് പ്രതിപ്രവർത്തനമേത് എന്ന് നിങ്ങൾ വേർതിരിച്ചെഴുതണം. അത് നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ്. ടേബിൾ 3 അത് പൂർത്തീകരിക്കണം. ആ ടേബിളിലുള്ള 3 സാഹചര്യങ്ങൾ മാത്രം പോരാ, ഒട്ടനവധി ഉദാഹരണങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. നമ്മളിവിടെ പറഞ്ഞ ഉദാഹരണങ്ങൾ കൃത്യമായി നിങ്ങൾ എഴുതണം. അതോടൊപ്പം തന്നെ പുതിയ പുതിയ ഉദാഹരണങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കുകയും വേണം. ഇതെല്ലാം കണ്ടുപിടിച്ച് രേഖപ്പെടുത്തിയ സയൻസ് ഡയറിയുമായിട്ടായിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത്. അതോടൊപ്പം തന്നെ സയൻസ് ഡയറിയിൽ നമ്മൾ ഈ പറഞ്ഞ പ്രധാന കാര്യങ്ങളെല്ലാം എഴുതണം. 3-ാം ചലന നിയമം നമ്മൾ പറഞ്ഞു, പ്രവർത്തനത്തിൻ്റെയും പ്രതിപ്രവർത്തനത്തിൻ്റെയും പ്രത്യേകതകൾ പറഞ്ഞു, 3rd ലോ ഓഫ് മോഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ആക്ഷനും റിയാക്ഷനും എങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. 3 കാര്യങ്ങളാണ് അവിടെ നമ്മൾ പറഞ്ഞത്. ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ ഈക്വൽ, ഓപ്പോസിറ്റ്, ആക്ടിങ് ഓൺ ഡിഫറൻറ്റ് ബോഡീസ്. തുല്യമാണ്, വിപരീതമാണ്, വ്യത്യസ്ത വസ്തുക്കളിലാണ്. ഓക്കെ. പിന്നെ കുറേ ഉദാഹരണങ്ങളിൽ പ്രവർത്തനം ഏതാണ് പ്രതിപ്രവർത്തനം ഏതാണെന്ന് നമ്മൾ കണ്ടെത്തി. അതും കൂടി ചേർത്ത് നമ്മൾ സയൻസ് ഡയറി പൂർത്തീകരിക്കും. അസൈൻമെൻറ്റ് കൃത്യമായി ചെയ്യും അല്ലേ? ചെയ്തിട്ട് ആരെ കാണിക്കും? നിങ്ങളുടെ ഫിസിക്സ് ടീച്ചറെ കാണിക്കണം. അതോടൊപ്പം തന്നെ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എനിക്കും കൂടി പറഞ്ഞു തരണം അത്. ഓക്കെ. അപ്പോൾ ഇന്ന് നമുക്ക് അവസാനിപ്പിക്കാനുള്ള സമയമായില്ലേ? എന്നും പറയും പോലെ തന്നെയാണ്. ഫിസിക്സ് ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ സമയം പോകുന്നത് അറിയുകയേയില്ല. ക്ലാസ് തുടങ്ങും, അല്പം കഴിയുമ്പോൾ ക്ലാസ് തീർന്നു, സമയം തീർന്നു. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും കാണുന്നത്. അസൈൻമെൻ്റൊക്കെ രേഖപ്പെടുത്തിയ, നോട്ടൊക്കെ പൂർത്തിയാക്കിയ സയൻസ് ഡയറിയുമായിട്ട് വരിക. ഓക്കെ, താങ്ക് യു.